വീണ്ടും ഒരു സൺഡേ വ്ളോഗാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. ഏകദേശം 10-12 മണി ആയിട്ടുണ്ട്. രാവിലെ പോകണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ എല്ലാവരും റെഡിയായി വന്നപ്പോൾ ഈ നേരമായി. പിള്ളേരെയൊക്കെ റെഡിയാക്കി വരണ്ടേ. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ കാറിൽ കയറി ഓടി അങ്ങ് പോയാൽ മതി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. അവരുടെ എല്ലാ സാധനങ്ങളും വേണം. എക്സ്ട്രാ സ്നഗ്ഗി, എക്സ്ട്രാ ഡ്രസ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്ത് പോകണം എവിടെ പോയാലും. അമ്മ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ നോക്കിക്കോളും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി ലാസ്റ്റ് മൊമെൻറ്റിൽ. ബാക്കി എല്ലാ ആൾ തന്നെ എടുത്തൊക്കെ വെച്ച് തന്നോളും. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി വണ്ടി കയറി ഇനി പോവുകയാണ്. കൂട്ടത്തിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ സിസ്റ്ററിലോ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പം അവിടെയും കൂടെ നമുക്കൊന്ന് പോയി വരണം. ആക്ച്വലി ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ പോയിരുന്നു. ഇനിയിപ്പോൾ അമ്മയും അമ്മണിയൊന്നും കുഞ്ഞിനെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അവർക്കും കൂടി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. മക്കൾക്ക് രാവിലെ ഉറക്കം പതിവാണ്. അതുകൊണ്ട് വണ്ടി മൂവായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങി. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ടും നനുവിന് നല്ല ഉറക്കക്ഷീണമായിരുന്നു കേട്ടോ. നീവി അതിന് മുമ്പേ എണീറ്റായിരുന്നു. കാണുന്നത് വല്ലപ്പോഴാണെങ്കിലും ഡെയിലി അവൾ വീഡിയോ കോളിൽ വിളിക്കും കേട്ടോ. അപ്പോൾ വർത്തമാനം പറഞ്ഞ് അവളെ നന്നായിട്ട് അറിയാം. വന്ന വഴിയിലെ വിശേഷങ്ങൾ മൊത്തം അവളോട് പറയാണ്. അവളുടെ വീട്ടിൽ ഹസ്ബൻഡും പപ്പയും മമ്മിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ലീവായിരുന്നു. അതുകൊണ്ട് അമ്മ വീട്ടിലുണ്ടായിരുന്നു. അവനാണെങ്കിൽ ക്രിക്കറ്റ് കളി ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇറങ്ങാറാകുമ്പോഴത്തേക്കാണ് ആളെത്തിയത്. അപ്പോൾ ഞാൻ വീടും പരിസരമൊക്കെ കണ്ടിട്ട് പറയായിരുന്നു, നമ്മുടെ വീട് വെച്ച് നോക്ക് എന്ത് വൃത്തിയായിട്ടാണ് കിടക്കണേ. അപ്പോൾ നമുക്കിവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രസമുണ്ടെന്ന്. നമ്മുടെ വീട്ടിലാണെങ്കിൽ അവിടെ തൊട്ട് ഇവിടം വരെ ഓരോരോ സാധനങ്ങൾ പിള്ളേർ വലിച്ചു വാരിയിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ്. മെയിൻ ഉദ്ദേശം ഭക്ഷണം കഴിക്കുക. ഉച്ചയായി, ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് ബാക്കി. പോന്നപ്പോൾ തന്നെ അമ്മനോട് പറഞ്ഞായിരുന്നു, വായും വയറുമായിട്ടാണ് വരുന്നത്, ഭക്ഷണം തരണം. എനിക്ക് വിശന്ന് തുടങ്ങി. നിങ്ങൾക്ക് ആർക്കും വിശക്കല്ല? എനിക്ക് വിശക്കുന്നുണ്ട് നന്നായിട്ട്. നമ്മളങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നൊന്നല്ല, പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചു ഒന്ന് പോയേക്കാന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവൾക്ക് അവധിയായിരുന്നു 2 ദിവസത്തേക്ക്. അപ്പം നമ്മുടെ കൂടെ തിരിച്ചും വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്ന, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു, വേഗം പോന്നു. അപ്പോൾ അതുകൊണ്ട് വന്നപ്പോഴത്തെ ഉച്ചയായി. അപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. അവൻ വന്ന വഴി അടുക്കളയിൽ കയറി ഏതാണ്ടൊക്കെ അവളുടെ ഇത് വാങ്ങി കഴിക്കുകയാണ്. നന്നു ഇതിലിങ്ങനെ നടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ നന്നുവിനെ എടുക്കണം, നടക്കാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് വിശേഷം പറച്ചിലുകളായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ അതിലൂടെ നടക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അന്നേരം അമ്മ പറയായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ അമ്മേനെ ശരിക്കും കാണിച്ചില്ല എന്ന്. അപ്പോൾ ഞാനിപ്പോൾ പറയായിരുന്നു വൃത്തിയായിട്ടൊന്ന് കാണിച്ചേക്കാന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്തോട്ട് ചെന്ന് നിൽക്കുന്നത്. ഭയങ്കര മോഹക്കുരു ഒന്നുകൂടി. പിന്നെ ആരാണ് മോഹിക്കുന്നത്? സത്യം പറ. ഞാനോ? ഏത് ഇതാ? അത് നിന്റെ മോഹിക്കാനാണോ കിടക്കണേ? ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി എല്ലാം വലിച്ചൊക്കെ ചാടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവരെയും കൊണ്ട് മുൻവശത്ത് വന്നിരിക്കുകയായിരുന്നു. ഇവിടെ കുറച്ച് നേരമൊക്കെ കളിക്കും, ബഹളമൊക്കെയാണ്. നമ്മുടെ വീടല്ലാത്തതുകൊണ്ട് പുതിയൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒന്ന് പോയി എന്തൊക്കെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയണം. പ്രത്യേകിച്ച് മുറ്റത്ത് പോയിരുന്നു, മുറ്റിൽ വരാനും കല്ല് വരാനൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ കുറച്ച് നേരം അവരോട് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോഴേക്കും ഭക്ഷണമൊക്കെ റെഡിയായി. ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. വീഡിയോ എടുക്കണ കാര്യം അങ്ങ് വിട്ടുപോയി. പിന്നെ അത് ഞാൻ ഓടിപ്പോയി എന്തൊക്കെ ഉണ്ടായിരുന്നു നോക്കി വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അവർ പറയുമായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴാണോ വീഡിയോ എടുക്കുന്നതെന്ന്. എല്ലാം നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ലതായിരുന്നു എല്ലാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ ചെറിയൊക്കെ അതിലൂടെയൊക്കെ നടന്നു. ഇവർക്കൊന്നും അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളൊന്നും വേണ്ട, കുറച്ചൊക്കെ കഴിക്കുള്ളൂ. അപ്പോഴേക്കും അവൻ വന്നു കേട്ടോ. അവനെ റിസീവ് ചെയ്യാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. അങ്കിളാന്നാണ് അവൻ പറയണത്. അങ്കൂന്ന് ഷോർട്ടാക്കി അവൻ വിളിക്കണേ. പറഞ്ഞ് പഠിക്കണേ ഉള്ളൂ ഇപ്പം. എല്ലാം ഇവളിങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ പറഞ്ഞ് പഠിപ്പിക്കണേ. ഇപ്പോഴത്തേക്ക് ഏകദേശം 4-5 മണി ആയിട്ടോ. ഞങ്ങൾ ഇതിന് മുമ്പ് പോരണം എന്ന് ഓർത്താണ്. അവൻ വരാൻ വൈകിയതുകൊണ്ട് ഞങ്ങൾ പിന്നെ കണ്ടിട്ട് പോരാലോ എന്ന് ഓർത്ത് നിന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വേണമല്ലോ പോരാനായിട്ട്. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ചായ കുടിയൊക്കെ പെട്ടെന്ന് നടന്നു. ചെറിയ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ പെയ്തില്ല കേട്ടോ. പെയ്യണതിനൊക്കെ മുമ്പ് ഞങ്ങൾ പോന്നു. ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് ചെറിയ മഴ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും വരികയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ കസിൻസ് ആണെങ്കിലും അങ്ങനെയാണ്. ലീവിനൊക്കെ വരുമ്പോൾ നമ്മളുടെ അടുത്ത് വരും. ഇപ്പം നമ്മൾ 2 മക്കളെയും കൊണ്ട് ഒരേ സമയം പോകുന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മൾ അതിന് സമയം കണ്ടെത്താറുണ്ട് കേട്ടോ, എല്ലാവരെയും മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ സൺഡേ ഔട്ടിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.